Class 9 Chemistry Chapter 3 Let's assess questions number 5 to 12. Fifth question, assume that calcium and fluorine combine together. എന്താണ് കാൽസ്യം ഫ്ലൂറിനും കമ്പൈൻ ചെയ്യാണെന്ന് അസ്യൂം ചെയ്യാൻ അല്ലേ. ഇനി നമ്മളോട് താഴെ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എലമെന്റ് കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്താണ് 20 ആണ്. അപ്പോൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വന്നു? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാണ്? അതായത് ഓരോ ഷെല്ലിലേക്ക് എങ്ങനെയാ 2 8 8 2 അല്ലേ. ഇനി നെക്സ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിസീവ്ഡ് ഓർ ഡൊണേറ്റഡ് അല്ലേ. അതായത് ഇതിന് ഒരു സ്റ്റേബിൾ ആവണമെങ്കിൽ അല്ലേ, കാൽസ്യം സ്റ്റേബിൾ ആവണമെങ്കിൽ അതിന് ഇലക്ട്രോൺസ് റിസീവ് ചെയ്യാനോ ഡൊണേറ്റ് ചെയ്യാനോ വേണ്ടത് അല്ലേ. എത്രയാ ഇവിടെ ഔട്ടർ ഷെല്ലിൽ എത്രയാണ്? 2 ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ഡൊണേറ്റ് ചെയ്താലാണ് എന്താവുള്ളൂ? കാൽസ്യത്തിൻ്റെ ഈ ആറ്റം സ്റ്റേബിൾ ആവുള്ളൂ അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിസീവ്ഡ് ഓർ ഡൊണേറ്റഡ് എത്രയാണ് വരിക? 2 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് എലമെന്റ് എന്താണ്? എഫ് ആണ് അല്ലേ. അറ്റോമിക് നമ്പർ എഫിൻ്റെ 9 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2 7 എന്ന് വന്നു. ഇനി ഇതിൻ്റെ ഔട്ടർ ഷെല്ലിൽ എത്രയാണ് കിടക്കുന്നത്? 7 ഇലക്ട്രോൺ ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന് സ്റ്റേബിൾ ആവണമെങ്കിൽ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യണം? റിസീവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിസീവ്ഡ് ഓർ ഡൊണേറ്റഡ് എത്ര കിട്ടി? 1 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ? റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് കാൽസ്യം ഫ്ലോറൈഡ്. കാൽസ്യം ഫ്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എങ്ങനെയാണ് കാൽസ്യം ഫ്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എടുക്കാൻ പറ്റുക? അതായത് കാൽസ്യം അല്ലേ, കാൽസ്യത്തിൻ്റെ നമ്മൾ എത്ര ഇലക്ട്രോൺസ് ആണ് ഡൊണേറ്റ് ചെയ്യുന്നത്? 2 ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി ഫ്ലോറിൻ്റെ എങ്ങനെയാണ്? 1 ഇലക്ട്രോണിനെ നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി എങ്ങനെയാണ് കെമിക്കൽ ഫോർമുല ഓഫ് കാൽസ്യം ഫ്ലോറൈഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ക്രോസ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? CA അല്ലേ. CA × 1 എന്ന് പറയുമ്പോൾ CA അല്ലേ. CA തന്നെ വന്നു. ഇനി F2. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് കെമിക്കൽ ഫോർമുല നമ്മൾ എഴുതുന്നത്. നെക്സ്റ്റ് എന്താണ്? സിമിലർലി റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് മഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് അലൂമിനിയം ക്ലോറൈഡ്. എന്താണ്? ഇതുപോലെ മഗ്നീഷ്യം ക്ലോറൈഡിൻ്റെയും അലൂമിനിയം ക്ലോറൈഡിൻ്റെയും കെമിക്കൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് മഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ നോക്കാം അല്ലേ. എങ്ങനെയാണ്? മഗ്നീഷ്യം അല്ലേ. മഗ്നീഷ്യത്തിൻ്റെ എത്രയാണ് അറ്റോമിക് നമ്പർ വരുന്നത്? 12 അല്ലേ. 12 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 8 2 എന്ന് വന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ഷെല്ലിൽ എത്രയാണ്? 2 ആണ് കിടക്കുന്നത് അല്ലേ. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താലാണ് എന്താവുള്ളൂ? ഇത് സ്റ്റേബിൾ ആവുള്ളൂ. നെക്സ്റ്റ് എന്താണ്? ക്ലോറിൻ ആണ് വരുന്നത് അല്ലേ. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 17 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക? 2 8 7 എന്ന് വന്നു. ഇതിൻ്റെ ഔട്ടർ ഷെല്ലിൽ എത്ര കിടക്കുന്നത്? 7 ഇലക്ട്രോൺ ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് എന്ത് വേണം? 1 ഇലക്ട്രോൺ റിസീവ് ചെയ്താലാണ് എന്താവുള്ളൂ? ഇത് സ്റ്റേബിൾ ആവുള്ളൂ അല്ലേ. അപ്പോൾ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ അല്ലേ. അതായത് മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കണം, ക്ലോറിന് 1 ഇലക്ട്രോൺ സ്വീകരിക്കണം അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതുക? Mg1 ആണ് അല്ലേ. അപ്പോൾ Mg then Cl2. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് കെമിക്കൽ ഫോർമുല എഴുതുന്നത്. ഓക്കെ, ഇനി അടുത്തതോ അലൂമിനിയം അല്ലേ. അലൂമിനിയം ക്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോർമുല ഇതുപോലെ തന്നെ എങ്ങനെയായിരിക്കും എഴുതുക? അതായത് അലൂമിനിയത്തിൻ്റെ നോക്കാം അല്ലേ. അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്ര വരുന്നത്? 13 എന്നാണ് വരുന്നത് അല്ലേ. ഇനി അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതാൻ പറ്റുക? 2 8 3 എന്ന് വന്നു. അപ്പോൾ ഇത് സ്റ്റേബിൾ ആവണമെങ്കിൽ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം അല്ലേ. 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താലാണ് ഇത് സ്റ്റേബിൾ ആവുള്ളൂ. ഇനി ക്ലോറിൻ എടുത്ത് നോക്കുക. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എത്ര വരുന്നത്? 17 ആണ് അല്ലേ. ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എത്ര വരും? 2 8 7 എന്ന് വന്നു. ഇവിടെ ഇതിനെന്താ? 1 ഇലക്ട്രോണിനെ റിസീവ് ചെയ്താലാണ് ഇത് സ്റ്റേബിൾ ആവുള്ളൂ അല്ലേ. അപ്പോൾ 1 ഇലക്ട്രോണിനെ റിസീവ് ചെയ്യണം. അപ്പോൾ ഇനി ഇങ്ങനെയാണ് നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതുന്നത്. എങ്ങനെയപ്പോൾ വരിക? അതായത് അലൂമിനിയത്തിന് 3 ഇലക്ട്രോൺ വിട്ടുകൊടുക്കണം, അതേപോലെ ക്ലോറിന് 1 ഇലക്ട്രോൺ റിസീവ് ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെ വരും? ക്രോസ് ചെയ്തു അല്ലേ. ഇനി അലൂമിനിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അലൂമിനിയം ഒരെണ്ണം ഉള്ളൂ അല്ലേ. അപ്പോൾ Al എന്ന് തന്നെ കൊടുത്തു. ഇനി ക്ലോറിൻ എത്ര എണ്ണം ഉണ്ട്? 3 അല്ലേ. Cl3 എന്ന് വന്നു.
some cations and anions are given in the table. Fill in the blanks. എന്താണ് കാഷൻസും ആനിയോൺസും തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് കാഷൻസ് ആനിയോൺസ് നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ് പോസിറ്റീവ് അയോൺസ് ഫോംഡ് ബൈ ലോസിങ് ഓഫ് ഇലക്ട്രോൺസ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ അല്ലേ. എന്താണ് ഇലക്ട്രോൺസ് ലോസ് ചെയ്യുന്നത് അല്ലേ. അതിനെയാണ് എന്ന് പറയുന്നത് പോസിറ്റീവ് അയോൺസ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് ആനിയോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് അയോൺസ് ഫോംഡ് ബൈ അക്സെപ്റ്റിംഗ് ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നവ അല്ലേ. അങ്ങനെയുള്ള എലമെന്റ്സിനെയാണ് നെഗറ്റീവ് അയോൺസ് എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് നമുക്ക് ഈ ടേബിളിൽ എന്താണ് ഇതിന്റെ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ആനിയോൺ തന്നിട്ടുണ്ട് അല്ലേ. കാഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. കോമ്പൗണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പഠിച്ചു അല്ലേ. അപ്പൊ എങ്ങനെയാണ് Mg ഉണ്ട് Cl ഉണ്ട് അല്ലേ. നമ്മൾ കോമ്പൗണ്ട് ഉണ്ടാക്കുമ്പോൾ ക്രോസ് ചെയ്തിട്ട് ചെയ്ത് അല്ലേ. അപ്പൊ ഇവിടെ Cl2 എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് ഇവിടെ Clന് എന്താണ് ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ എന്താണ് വരിക, ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചു അല്ലേ. അപ്പൊ Cl ഒരു ഇലക്ട്രോൺ ആണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി മാഗ്നീഷ്യം Mg അപ്പൊ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, വിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഇത് ഒരെണ്ണം സ്വീകരിച്ചു പറയുമ്പോൾ ഇവിടെ മാഗ്നീഷ്യം എന്ത് ചെയ്തിട്ടുണ്ടാവും, വിട്ട് കൊടുത്തിട്ടുണ്ടാവും. എത്ര ഉണ്ടായിരിക്കും വരിക, അതായത് ഇതിന്റെ എങ്ങനെയാ ഇങ്ങനെ ക്രോസ് ആണ് അല്ലെ വരാതെ. അപ്പൊ Cl എന്നുള്ളതിന്റെ ഇവിടെ എന്ത് വരും 2 വരും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എങ്ങനെ വരിക, മാഗ്നീഷ്യം എത്ര എണ്ണം വിട്ട് കൊടുത്തിട്ടുണ്ടാവും, 2 എണ്ണത്തിന് വിട്ട് കൊടുത്തിട്ടുണ്ടാവും. Cl ഒരെണ്ണത്തിന് സ്വീകരിച്ചിട്ടുണ്ടാവും. അപ്പൊ കെമിക്കൽ ഇക്വേഷൻ വരുമ്പോ എങ്ങനെ നമ്മൾ ക്രോസ് ചെയ്തിട്ട് വരുമ്പോ MgCl2 എന്ന് എഴുതും അല്ലെ. MgCl2 ആണ് നമ്മുടെ കോമ്പൗണ്ട്. അപ്പൊ മാഗ്നീഷ്യം എന്താ വരിക, കാഷൻ എന്ന് പറയുമ്പോൾ വിട്ട് കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ എങ്ങനെ വരിക, Mg എത്ര എണ്ണത്തിന് വിട്ട് കൊടുത്തിട്ടുണ്ടാവുക 2+ എന്നായിരിക്കും വരിക. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ NaF ഇതുപോലെ തന്നെ എഴുതാം. NaF അല്ലെ, നമ്മളിങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് ഈ NaF ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. അപ്പൊ Na ഒരു ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തു എന്നാണ് പറയുന്നത് അല്ലെ. ഇവിടെ Na തന്നെയാണ്. അപ്പൊ ഇവിടെ 1 തന്നെയായിരിക്കും ഉണ്ടാവുക. ഇവിടെ F അല്ലെ, ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, NaF എന്നാണ് ഇവിടെ 1 തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ Na+ ആണ് അല്ലെ, പോസിറ്റീവ് അയോൺ ആണ്. അങ്ങനെയാണെങ്കിൽ അനിയോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, F- എന്നായിരിക്കും അല്ലെ. ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ടുണ്ടാകും അല്ലെ. ഇനി NH4 അടുത്തത് നോക്കിയേ, NH4 ഉണ്ട്, ഇവിടെ SO4 ഉണ്ട് അല്ലെ. ഇനി നോക്കിയേ NH4+ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ NH4+ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ എന്താ വിട്ടുകൊടുത്തു അല്ലെ. എന്നാലാണ് പോസിറ്റീവ് ചാർജ് കിട്ടുള്ളൂ, കാഷനാവുള്ളൂ അല്ലെ. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. ഇനി ഇവിടെ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചു അല്ലെ. ആനിയോൺ എന്ന് പറയുന്നത് സ്വീകരിക്കുമ്പോഴാണ് അവിടെ എന്ത് വരിക, നെഗറ്റീവ് അയോൺ ആയിട്ട് മാറുന്നത് അല്ലെ, ആനിയോൺ ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പോൾ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചു. ഇനി ഇതിന്റെ കോമ്പൗണ്ട് ഉണ്ടാക്കുക എങ്ങനെയായിരുന്നു, ഇങ്ങനെ ക്രോസ് ചെയ്യും അല്ലെ. അപ്പൊ എങ്ങനെ വരിക, NH4 2SO4 അല്ലെ. അപ്പൊ എങ്ങനെ എഴുതുക, NH4 ബ്രാക്കറ്റിൽ ഇടാം അല്ലേ, 2SO4 എന്ന് വരും. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ K2CO3 എന്നാണ് അല്ലേ. K ഉണ്ട് CO3 ഉണ്ട് അല്ലെ. K എന്താ ചെയ്യുന്നത്, ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, അപ്പൊ 1 ഉണ്ട്. ഇനി CO3 എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, സ്വീകരിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും സ്വീകരിച്ചിട്ടുണ്ടാവുക, ഇവിടെയാണ് K2 എന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എത്രയായിരിക്കും വരുന്നുണ്ടാവുക, 2 ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ എങ്ങനെ വരിക അല്ലെ. അപ്പൊ എന്ത് വരും, K2CO3 എന്നാണ്. അപ്പൊ 2 ഇവിടെ എന്തായിരിക്കും വരിക, ഈ CO3 എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ടാവും, 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്വീകരിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ 2- എന്നായിരിക്കും വന്നിട്ടുണ്ടാവും അല്ലെ. K2CO3 നമ്മളുടെ കോമ്പൗണ്ട്. 7th question. Complete the following chemical equation and answer the questions given below. അല്ലേ, എന്താണ് കെമിക്കൽ ഇക്വേഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ അറ്റോമിക് നമ്പർ മാഗ്നീഷ്യത്തിൻ്റെ 12ഉം ക്ലോറിൻ്റെ 17 ആണ് തന്നിരിക്കുന്നത് അല്ലേ. Mg 12 എന്ന് പറയുമ്പോൾ എത്ര വരിക, 282 എന്ന് വന്നു. ഇനി Cl അല്ലേ, ഇതിൻ്റെ എത്ര വരുന്നത്
7 അല്ലേ, 17 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി അതായത് മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താലാണ് ഇത് സ്റ്റേബിൾ ആവാൻ പറ്റുന്നത് അല്ലേ. അതായത് ഇവിടെയോ ക്ലോറിനെ എങ്ങനെയാണ്, 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചാലാണ് സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ Mg2 പ്ലസ് അല്ലേ, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു അല്ലേ. അപ്പോൾ +2e അല്ലേ, ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജാണ്. ഇനി ഇവിടെയോ Cl + 1 ഇലക്ട്രോൺ മൈനസ്, 1 ഇലക്ട്രോൺ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ, 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, Cl മൈനസ് അല്ലേ, ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ അതെന്തായി, നെഗറ്റീവ് വന്നു അല്ലേ. അപ്പോൾ Cl മൈനസ് എന്നാണ് വരുന്നത്. ഇനി എന്താ MgCl2 എന്ന് പറയുമ്പോൾ അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, അതായത് Mg2 പ്ലസ് 2Cl മൈനസ് അല്ലേ ഈക്വൽ ടു MgCl2. ഇനി ഐഡൻറ്റിഫൈ ദ കാഷൻ ആൻഡ് ആനിയോൺ ഇൻ ദീസ് കമ്പൗണ്ട്സ്. അപ്പോൾ ഇതിലത്തെ കാഷൻ എന്ന് പറയുന്നത് എന്താണ്, കാഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വിട്ടുകൊടുക്കുന്നതാണ് അല്ലേ, ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നത്, ലോസിങ് ഓഫ് ഇലക്ട്രോൺസ്. അതേതാണ് കാഷൻ വരുന്നത്, Mg2 പ്ലസ് അല്ലേ. ഇനി നെക്സ്റ്റ് എന്താ, ആനിയോൺ ഏതാണ് വരുന്നത്, ആനിയോൺ എന്ന് പറയുന്നത് Cl മൈനസ് അല്ലേ, 1 ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ അതിന് നെഗറ്റീവാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് എന്ത്, നെഗറ്റീവ് അയോണായിട്ട് മാറുന്നു. അപ്പോൾ ആനിയോൺ എന്ന് പറയുന്നത് Cl ആണ്. ഇനി എന്താ, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് കെമിക്കൽ ബോണ്ട് ഇൻ MgCl2 അല്ലേ, മഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ അല്ലെങ്കിൽ MgCl2ൻ്റെ കെമിക്കൽ എന്താണ് ബോണ്ടിൻ്റെ നേച്ചർ എന്താണ്, എന്ത് ബോണ്ടാണ്, അയോണിക് ബോണ്ടാണ് അല്ലേ, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി അല്ലേ. ഇനി നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ഫോളോവിങ് ടേബിൾ. F2 അല്ലേ, ഇവിടെ F എത്രയുണ്ട്, 2 ആറ്റംസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എന്താണ് അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ അല്ലേ, എത്രയാണ്, 27 ആണ് അല്ലേ. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത് ഇപ്പോൾ 2 ആറ്റം ഉണ്ട് അല്ലേ. അപ്പോൾ 27 2 ആറ്റം ഉണ്ട്. അപ്പോൾ ഇവരുടെ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരെണ്ണം ഷെയർ കിട്ടിയാലാണ് എന്ത് വരിക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരെണ്ണം കിട്ടിയാലാണ് ഇതിന് സ്റ്റെബിലിറ്റി കിട്ടുക അല്ലേ, സ്റ്റേബിൾ ആവുന്നത്. അതുപോലെ ഒരെണ്ണം ഇങ്ങോട്ട് കിട്ടിയാലാണ് ഇതും സ്റ്റേബിൾ ആവുന്നത് അല്ലേ. അപ്പോൾ ഇതിന് 2 പേരാണ് ഷെയറിങ് വരിക. അപ്പോൾ എത്ര വരിക, 2 ഇലക്ട്രോൺ ആണ് ഷെയറിങ് വരിക, അതായത് 1 പെയർ അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കിയാൽ Cl2 അല്ലെ, ക്ലോറിൻ്റെ 2 ആറ്റംസ് ആണുള്ളത്. ഇനി അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര വരിക, 287 എന്നാണ് വരിക, 2 ആറ്റം ഉണ്ട് അല്ലേ. ഇവിടെ 1 ഇലക്ട്രോൺ കിട്ടിയാലാണ് എന്ത്, ഇത് സ്റ്റേബിൾ ആവുള്ളൂ. ഇവിടെയും 1 ആറ്റം കിട്ടിയാലാണ്, 1 ഇലക്ട്രോൺ കിട്ടിയാലാണ് ഇതും സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ ഇവിടെയും 1 + 1 എത്ര ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്യുന്നത്, 2 ഇലക്ട്രോൺ തന്നെയാണ് ഷെയർ ചെയ്യുന്നത് അല്ലേ. ഇവിടെയും ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം, അപ്പോൾ എത്രയാ, 1 പെയർ തന്നെയാണ് ഇവിടെയും വരിക. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ ഓക്സിജന്റെ 2 ആറ്റംസ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താ, 26 അങ്ങനെ 2 എണ്ണം ഉണ്ട് അല്ലേ. ഇവിടെ 2 എണ്ണം അല്ലേ, ഇവിടെ 2 ഇലക്ട്രോൺ കിട്ടിയാലാണ് എന്ത് വരുള്ളൂ, ഇത് സ്റ്റേബിൾ ആവുള്ളൂ. അതുപോലെ ഇവിടെയും 2 ഇലക്ട്രോൺ കിട്ടിയാലാണ് ഇത് സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ എത്ര വേണം, നമ്പർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺ 4 എണ്ണം വരും അല്ലേ. അതായത് എത്ര പെയർ വരുന്നു, ഇവർ 2 പേരും കൂടിയിട്ട് 2 എണ്ണം വീതം ഷെയർ ചെയ്യും അല്ലേ. അപ്പോൾ 2 പെയർ. നെക്സ്റ്റ് എന്താ, നൈട്രജന്റെ ഇതുപോലെ 2 ആറ്റാണ്, 2,5 ആണ് അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത് അല്ലേ, 2 എണ്ണം. അപ്പോൾ ഇവിടെ ഇതിന് സ്റ്റേബിൾ ആണെങ്കിൽ 3 ഇലക്ട്രോൺ കിട്ടണം അല്ലേ, ഇവിടെയും 3 ഇലക്ട്രോൺ. അപ്പോൾ 6 ഇലക്ട്രോൺ ഷെയർഡ് ഇലക്ട്രോൺസ് ആണ് വരുന്നത് അല്ലേ. ഇതിന് എത്ര പെയറാണ്, 6 ഇലക്ട്രോൺ നമ്പർ 3 പെയർ വരുന്നത് അല്ലേ, 3 പെയറാണ് ഇത് വരുന്നത്. നമ്പർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺസ് അല്ലേ, 3 എന്ന് കിട്ടി. ഇനി ഇതിന്റെ കെമിക്കൽ ബോണ്ട് എങ്ങനെ എഴുതാ, 1 പെയർ, 1 പെയറാണ് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതെന്താ, സിംഗിൾ ബോണ്ട് അല്ലേ, 1 പെയർ ഇലക്ട്രോൺ ഷെയർ ചെയ്യുമ്പോൾ സിംഗിൾ ബോണ്ട്. ഇനി നെക്സ്റ്റ് എന്താ, ഇവിടെയും 1 പെയർ തന്നെയാണ്, അപ്പൊ ഇതും എന്തെന്നെയാണ്, സിംഗിൾ ബോണ്ട്. ഇനി ഇവിടെയോ 2 പെയർ ഉണ്ട് അല്ലേ, അപ്പൊ എന്താ ഏതാ, ഡബിൾ ബോണ്ട്. ഇനി ഇവിടെയോ 3 പെയർ ഉണ്ട്, അപ്പൊ എന്താ വരിക, ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ. 9th
10th question, complete the following table. Elements തന്നിട്ടുണ്ട്, atomic number തന്നിട്ടുണ്ട് അല്ലേ. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം. 12 എങ്ങനെയാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നത്? 2 8 2 അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 7 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് വരിക? 9 എന്ന് വരും. നെക്സ്റ്റ് എന്താണ്? അറ്റോമിക് നമ്പർ 10 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 എന്ന് വന്നു. നെക്സ്റ്റ് എന്താണ്? 17 ആണ് അല്ലേ അറ്റോമിക് നമ്പർ. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 8 7 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് എമംഗ് ദീസ് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ എലമെന്റ്? ഏതാണ് സ്റ്റേബിൾ, ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ്? എങ്ങനെ കണ്ടുപിടിക്കുക? ഔട്ടർ ഷെല്ലില് ഒക്ടറ്റ് കോൺഫിഗറേഷനിൽ എന്താണ് ഒക്ടറ്റ് കോൺഫിഗറേഷൻ? അതായത് ഔട്ടർ ഷെല്ലിൽ എത്ര 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് അത് സ്റ്റേബിൾ ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ ഏതിലാണ് ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ളത്? ഇതിന് അല്ലേ. അപ്പോൾ ഏതാണ് മോസ്റ്റ് സ്റ്റേബിൾ എലമെന്റ് എന്ന് പറയുന്നത്? 6 ആണ് അല്ലേ. നെക്സ്റ്റ് എന്താ? വിച്ച് എലമെന്റ് ഡൊണേറ്റ്സ് ഇലക്ട്രോൺ ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ? ഏത് എലമെന്റ് ആണ് കെമിക്കൽ റിയാക്ഷനിൽ ഡൊണേറ്റ് ചെയ്തുണ്ട് അല്ലേ, അതായത് വിട്ടുകൊടുക്കുന്നത് ഏതാണെന്ന്. ഇപ്പോൾ ഇവിടെ ആദ്യത്തേതിൽ എങ്ങനെയാ? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താലാണ് നമുക്ക് എന്താവുക? ഇത് സ്റ്റേബിൾ ആവുള്ളൂ അല്ലേ. ഇവിടെ ആണെങ്കിലോ ഇവിടെ 7 ആണ് എടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് കിട്ടുന്നതാണ് കുറച്ചും കൂടി എളുപ്പം അല്ലേ. ഇവിടെയും കിട്ടുന്നതാണ് അല്ലേ, റിസീവ് ചെയ്യുന്നതാണ് സ്റ്റേബിൾ ആവാനായിട്ട് ഏറ്റവും ഈസി. അപ്പോൾ എന്താണ് വിട്ടുകൊടുക്കുന്നത്? ഡൊണേറ്റ് ചെയ്യുന്നത് ഏതാ വരിക? പി ആണ് വരിക. നെക്സ്റ്റ് എന്താ? റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ ദ എലമെന്റ്സ് പി ആൻഡ് എസ് കമ്പൈൻ. അല്ലെ, എലമെന്റ്സ് പിയും എസും കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് വരുന്നത് അല്ലേ. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? കോമ്പൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ഇവിടെ പിയുടെ 2 ഇലക്ട്രോണിനെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. പിയുടെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ എസിനാണെങ്കിലോ 1 ഇലക്ട്രോണിനെ കിട്ടണം എന്ന് പറഞ്ഞു അല്ലേ. ഇനി എന്ത് ചെയ്യും? നമ്മൾ ക്രോസ് ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പം എങ്ങനെയാണ്? പി ഇങ്ങനെ വരും. പി 1 ആകുമ്പോൾ എഴുതണമെന്നില്ല അല്ലേ. പി എസ്, എസിന് എന്താ 2 അല്ലേ. പി എസ് 2 എന്ന് വന്നു. 10th question, atom models of 2 elements are represented below. Draw the electron dot diagram of the formation of sodium fluoride അല്ലേ. സോഡിയത്തിൻ്റെയും ഫ്ലോറിൻ്റെയും ഓർബിറ്റ് മോഡൽ തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കണം അല്ലേ. നമ്മൾ മുൻപ് വരച്ചതാണ്. എങ്ങനെ വരയ്ക്കുക? സോഡിയത്തിൻ്റെ എന്താണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കാം അല്ലേ. എത്ര ഉണ്ട്? ഒരെണ്ണമാണുള്ളത്. അതുപോലെ ഫ്ലോറിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത് നോക്കാം അല്ലേ. എത്ര എന്നുള്ളത്? 7 എണ്ണമാണുള്ളത് അല്ലേ. അപ്പോൾ 7 ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ 1 ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് വിട്ടുകൊടുക്കും അല്ലേ. 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ ഇതെന്തായി? പോസിറ്റീവ് അയോൺ ആയിട്ട് മാറി അല്ലേ. ഇനി ഇവിടെ 7 ഇലക്ട്രോണാണുള്ളത്, ഒരെണ്ണം കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ 8 വന്നു അല്ലേ. 2 8 ഇവിടെ 8 ഇലക്ട്രോണായി അല്ലേ. അപ്പോൾ ഇത് റിസീവ് ചെയ്തതുകൊണ്ട് അതെന്തായി? നെഗറ്റീവ് അയോൺ ആയിട്ട്. Then what is the nature of chemical bond in sodium fluoride? അല്ലേ, സോഡിയം ഫ്ലൂറൈഡിൻ്റെ ഏത് നേച്ചറാണ് കെമിക്കൽ ബോണ്ട് അല്ലേ? ഏതാണ്? അയോണിക് ബോണ്ടാണത് അല്ലേ. ഇനി എന്താണ്? റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പൗണ്ട്സ് ഹാവിങ് ദിസ് ടൈപ്പ് ഓഫ് ബോണ്ട്. അതായത് ഏതാണ്? അയോണിക് ബോണ്ടിൻ്റെ അല്ലേ. അയോണിക് ബോണ്ടിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. പേജ് 51 കേട്ടോ. 11th question, the electron configuration of the elements P, Q, R are given below. അല്ലേ, എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് അല്ലേ. പി ക്യു ആറിൻ്റെ തന്നിട്ടുണ്ട്. ഇനി എന്താ ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്? വിച്ച് ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ എലമെൻറ്റ് എമംഗ് ദീസ് അല്ലേ. എന്താണ് നമുക്ക് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ളതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ളത് 6 ആണ് അല്ലേ. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് 6 ആണ്. ഇനി എന്താണ് അതിൻ്റെ റീസൺ? 45 കേട്ടോ. എന്താണ്? ആറ്റംസ് വിത്ത് ഒക്ടറ്റ് കോൺഫിഗറേഷൻ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ആർ ഫൗണ്ട് ടു ബി മോർ സ്റ്റേബിൾ. വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ക്യൂ? ക്യൂവിൻ്റെ അറ്റോമിക് നമ്പർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ക്യൂവിൻ്റെ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? 2 8 1. അപ്പോൾ എങ്ങനെയാണ്? 2 + 8 + 1 = 11 എന്ന് കിട്ടി. നെക്സ്റ്റ് എന്താണ്? ഡ്രോ ദ ആറ്റം മോഡൽ ഓഫ് ക്യൂ. ക്യൂവിൻ്റെ ആറ്റം മോഡൽ എങ്ങനെയാണ് വരയ്ക്കുന്നത്? എങ്ങനെയാണ് അപ്പോൾ വരയ്ക്കുക? അതായത് ആദ്യത്തെ അല്ലേ, ഫസ്റ്റത്തെ ഷെല്ലിൽ എത്ര എണ്ണം വേണം? 2 ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. പിന്നത്തെ ഷെല്ലിൽ എത്രയാണ്? 8 ഇലക്ട്രോൺസ്. ദെൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ അല്ലേ.
വാട്ട് ആർ ദ വാലൻസീസ് ഓഫ് ദ എലമെന്റ്സ് പി ആൻഡ് ക്യൂ? പിയുടെയും ക്യൂവിൻ്റെയും വാലൻസീസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ വാലൻസീസ് എന്ന് പറയുന്നത്? The number of electrons lost, gained or shared by an atom during chemical reaction is its valency. എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സമയത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ചെയ്യോ ഗെയിൻ ചെയ്യോ ഷെയർ ചെയ്യോ ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് വാലൻസി എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ പിയുടെ വാലൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതായത് ഇതിന് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 2 ഇലക്ട്രോൺസ് കിട്ടണം അല്ലേ. അപ്പോൾ വാലൻസി എന്ന് പറയുന്നത് പിയുടെ എത്രയായിരിക്കും? 2 അല്ലേ, 2 ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്താ? ക്യൂവിൻ്റെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ക്യൂവിൻ്റെ വാലൻസി എത്രയായിരിക്കും? ക്യൂവിന് ഇവിടെ എന്താണ്? 1 ഇലക്ട്രോൺ ലോസ് ചെയ്താൽ മതി അല്ലേ, നഷ്ടപ്പെടുത്തിയാൽ മതി. വിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റേബിൾ ആവും അല്ലേ. അപ്പോൾ ക്യൂവിൻ്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ പി ആൻഡ് ക്യൂ കമ്പൈൻ അല്ലേ. പിയും ക്യൂവും കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കെമിക്കൽ ഫോർമുല? നമ്മൾ നേരത്തെ എഴുതിയതാണ് അല്ലേ. എന്താണ്? വാലൻസീസ് എഴുതിയാൽ മതി അല്ലേ. അതായത് പിയുടെ വാലൻസി എത്രയായിരുന്നു? 2 ആയിരുന്നു. അതുപോലെ ക്യൂവിൻ്റെ വാലൻസി 1 ആയിരുന്നു അല്ലേ. ഇനി ക്രോസ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരിക കെമിക്കൽ ഫോർമുല? പി ക്യൂ 2 എന്ന് വരും. A, B, C and D are 4 elements. Information about them are given in the following table. അല്ലേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബേസ്ഡ് ഓൺ ദിസ് ഫൈൻഡ് ടൈപ്പ് ഓഫ് ബോണ്ട് ഇൻ ദ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് എലമെന്റ്സ് അല്ലേ. എന്താണ് തന്നിരിക്കുന്ന പെയർ ഓഫ് എലമെന്റ്സിൻ്റെ കോമ്പിനേഷൻ കോമ്പൗണ്ടിൻ്റെ ഏത് ടൈപ്പ് ഓഫ് ബോണ്ടാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. ഇത് പേജ് നമ്പർ 56-ലുണ്ട് കേട്ടോ. എങ്ങനെ കണ്ടുപിടിക്കുക? ഇഫ് ദ ഡിഫറൻസ് ഇൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂസ് ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ഈസ് 1.7 ഓർ മോർ. അതായത് തന്നിരിക്കുന്ന എലമെൻസിൻ്റെ തമ്മിലുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റികളുടെ വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഡിഫറൻസ് കിട്ടുന്നത് 1.7 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ അല്ലേ എന്താണ്? ഇറ്റ് ജനറലി ഷോസ് അയോണിക് ക്യാരക്ടർ. അത് എന്തായിരിക്കും? അയോണിക് ക്യാരക്ടർ അല്ലെ അയോണിക് ബോണ്ട് ആയിരിക്കും അല്ലേ. ഇനി നെക്സ്റ്റ് എന്താ? ലെസ് ദാൻ 1.7 ആണെങ്കിൽ 1.7നേക്കാളും കുറവാണ് കിട്ടുന്നതെങ്കിൽ എന്തായിരിക്കും? കോവലൻ്റ് ക്യാരക്ടർ ആയിരിക്കും. ഏത് ടൈപ്പ് ഓഫ് ബോണ്ടാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിഫറൻസ് ഓഫ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കണ്ടുപിടിക്കണം അല്ലേ. ഡിഫറൻസ് ഓഫ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അപ്പോൾ സിയുടെയും ബിയുടെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ സിയുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എത്രയാണ്? ബിയുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എത്രയാണെന്ന് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? ഒന്ന് 3.44 ആണ് ബിയുടെ വരുന്നത്. ഇനി സിയുടെ വരുന്നത് എത്രയാണ്? 1.31 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഏതാ വരിക? 3.44 മൈനസ് 1.31. ഇത് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? അതായത് 2.13 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഈ 2.13 എന്ന് പറയുന്നത് 1.7നേക്കാളും കൂടുതലാണ് അല്ലേ. 1.7നേക്കാളും കൂടുതലാണെങ്കിൽ അത് എന്ത് ബോണ്ടാണെന്ന് നമ്മൾ പഠിച്ചത്? അയോണിക് ബോണ്ടാണ് അല്ലേ. നെക്സ്റ്റ് അടുത്തത് ഏതായിരുന്നു? രണ്ടാമത്തെ സിയും ഡിയും അല്ലേ. സി ഡി. അപ്പോൾ ഇതുപോലെ ഡിയുടെയും സിയുടെയും അറിയാം അല്ലേ. സിയുടെ 1.31 ആണ്. ഡിയുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? 3.16 ആണ് അല്ലേ. 3.16. ദെൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് തന്നെയാണ് 3.16 മൈനസ് 1.31 അല്ലേ. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും 1.85 എന്നാണ് കിട്ടുന്നത് അല്ലേ. ഇതും എന്താണ്? 1.7നേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? അയോണിക് ബോണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ എന്തായിരുന്നു? എയും ബിയും. എ ബി അല്ലേ. എയുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എത്രയാണ്? 2.55 ആണ്. ബിയുടെ എത്രയായിരുന്നു? 3.44 ആണ് അല്ലേ. ഇനി സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 3.44 മൈനസ് 2.55 അല്ലേ. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 0.89 എന്ന് കിട്ടി അല്ലേ. 0.89 എന്ന് പറയുന്നത് 1.7നേക്കാളും കുറവാണ് അല്ലേ. കുറവാണെങ്കിൽ അത് എന്തുകൊണ്ടാണ്? കോവാലന്റ്